YouTube, welcome back to my channel. It's your TG. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് എഞ്ചിനുകളെ പറ്റിയാണ്. റീസെന്റ് ലോഞ്ച് ചെയ്ത സ്വിഫ്റ്റിന്റെ ലോഞ്ച് ചെയ്ത Z12 ഈ സീരീസിൽ പറഞ്ഞ ഒരു എഞ്ചിൻ ഉണ്ടല്ലോ, അതും പിന്നെ 1.2 റെവോട്രോൺ എഞ്ചിനുമാണ്. രണ്ടും കമ്പയർ ചെയ്യാനുള്ള കാരണം രണ്ടിനും ഇപ്പോൾ 3 സിലിണ്ടർ ആയിട്ടുണ്ട്. Z12 ഈ സീരീസിൽ പറഞ്ഞ എഞ്ചിന് മുന്നേ K12 ആയിരുന്നു. അതിപ്പോ മാരുതി എടുത്ത് കളഞ്ഞിട്ട് ഈ എഞ്ചിനാണ് ലോഞ്ച് ചെയ്തത്. ലോഞ്ച് ചെയ്ത ഡേറ്റ് 2024 മെയ് സ്വിഫ്റ്റ് ഇറങ്ങിയപ്പോൾ അതിന്റെ ഒപ്പം തന്നെ വന്ന എഞ്ചിനാണത്. ഏകദേശം 1 വർഷം ആയിട്ടുള്ളത്. റെവോട്രോൺ ആണെന്നുണ്ടെങ്കിൽ 2014 ലോഞ്ച് ചെയ്താണ്. അത് ലോഞ്ച് ചെയ്ത സമയത്ത് 4 സിലിണ്ടർ എഞ്ചിൻ ഉണ്ടായിരുന്നു. അത് സെസ്റ്റിലും ബോൾട്ടിലും ആയിരുന്നു ഫസ്റ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം പിന്നെ വന്നത് ടിയാഗോയിലാണ് ഫസ്റ്റ് കണക്ട് ചെയ്തത് 2016. 3 സിലിണ്ടർ 1 സിലിണ്ടർ ഒഴിവാക്കി ടിയാഗോയിൽ കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ പ്രസന്റ്ലി ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടാറ്റ ടിയാഗോയിലുണ്ട്, പിന്നെ അൾട്രോസ് നോൺ ടർബോ വേരിയൻസിലുണ്ട് നിലവിലെ എഞ്ചിൻ, പിന്നെ പഞ്ചിൽ അവൈലബിൾ ആണ് എഞ്ചിൻ. അപ്പോൾ ഇപ്പോഴും പ്രസന്റ്ലി അത് ഓടിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് എഞ്ചിൻസുമാണ് കമ്പയർ ചെയ്യാനുള്ളത്. സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Z12 ഈ സീരീസിൽ പറഞ്ഞ എഞ്ചിൻ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 81 bhp പിന്നെ 112 എണ്ണ ടോർക്കുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1.2 ലിറ്റർ റിമോട്ട് ടോർക്കിന്റെ എഞ്ചിന്റെ പവർ ഔട്ട്പുട്ട് 87 bhp ഉണ്ട്. 115 എണ്ണം ടോർക്കും അവൈലബിൾ ആണ്. Z12 ഈ എഞ്ചിന്റെ RPM പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 81 bhp അറ്റ് 5700 RPM അവൈലബിൾ ആണ്. ഇനി ടോർക്ക് ആയിക്കോട്ടെ 112 ന്യൂട്ടൺ മീറ്റർ അറ്റ് 4300 RPM അവൈലബിൾ ആണ്. ഇനി റെവോട്രോൺ എഞ്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 87 bhp അറ്റ് 6000 RPM അതിന്റെ ടോർക്ക് 115 എണ്ണം ടോർക്ക് 3000-3100 RPM ഇടയിൽ ഫുള്ള് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. കാരണം ലോ എൻഡ് ടോർക്ക് എപ്പോഴും കൂടുതൽ റെവോട്രോൺ എഞ്ചിന് തന്നെയാണ്. ഈ റെവോട്രോൺ എഞ്ചിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 മോഡ്സ് അവൈലബിൾ ആണ്, സിറ്റി മോഡും എക്കോ മോഡും. സിറ്റി മോഡിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് 6200 RPM അത് കട്ട് ഓഫ് ചെയ്യും. എക്കോ മോഡ് ആണെന്നുണ്ടെങ്കിൽ 5800 RPM അത് കട്ട് ഓഫ് ചെയ്യും. രണ്ട് വണ്ടിയുടെ റെഡ് ലൈൻ വന്നത് 6000 RPM സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഇതിന്റെ രണ്ട് വണ്ടിയുടെ പ്രൈസ് നോക്കണമെന്നുണ്ടെങ്കിൽ ബേസ് വേരിയന്റ്, അത് ടാറ്റ പഞ്ചിന്റെ ബേസ് വേരിയന്റ് പ്യൂർ എന്ന് പറഞ്ഞ ബേസ് വേരിയന്റ് ഓൺ റോഡ് പ്രൈസ് വന്നത് 6.56 ഓൺ റോഡ് ആണ്. LXA വേരിയന്റ് ഓൺ റോഡ് പ്രൈസ് വന്നത് 688 690. സ്വിഫ്റ്റ് കുറച്ച് ബിറ്റ് പ്രൈസി ആണ്. വാല്യൂ ഫോർ മണി ടാറ്റ റെവോട്രോൺ എഞ്ചിൻ തന്നെയാണ്. പവേർഡ് ആയിട്ടുള്ള എഞ്ചിൻ 1.2 റെവോട്രോൺ ആണെന്നുള്ളത്. പക്ഷെ അത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ ബൈ റോഡ് കുറച്ചും കൂടി അണ്ടർ പവേർഡ് ആണ് 1.2 റെവോട്രോൺ. കാരണം പവർ ടു വെയിറ്റ് റേഷ്യോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിന്റെ എഞ്ചിനിൽ 88 bhp പെർ ടണ്ണ് നമുക്ക് കിട്ടും. അതിന്റെ ടോർക്ക് ആയിക്കോട്ടെ 112 ടണ്ണ് 112 ന്യൂട്ടൺ മീറ്റർ പെർ ടണ്ണ് നമുക്ക് കിട്ടും. ഇനി ടാറ്റ പഞ്ചിന്റെ പവർ ടു റേഷ്യോ എടുക്കണമെന്നുണ്ടെങ്കിൽ 47 bhp പെർ ടണ്ണും 63 ന്യൂട്ടൺ മീറ്റർ പെർ ടണ്ണും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ പവർ ടു വെയിറ്റ് റേഷ്യോന്റെ കാര്യം പറയുമ്പോൾ സ്വിഫ്റ്റ് മുന്നിലെത്തുന്നുണ്ട്. കാരണം ഇത്രേ ഉള്ളൂ. അതിന്റെ കെർബോ വെയിറ്റ് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിന്റെ വെയിറ്റ് 920 കിലോഗ്രാം ആണ്. അന്ന് ടാറ്റ പഞ്ചിനായിക്കോട്ടെ 1850 കിലോഗ്രാം കെർബോ വെയിറ്റ് ഉണ്ട്. അതായത് സ്വിഫ്റ്റിന്റെ ഡബിൾ ആണ് ടാറ്റ പഞ്ചിന്. 1.2 റെവോട്രോൺ വലിക്കേണ്ടത് ഈ 1850 കിലോഗ്രാമും വലിക്കണം, പ്ലസ് പാസഞ്ചറിന്റെ വെയിറ്റും വലിക്കേണ്ടി വരും. ഇപ്പൊ കൂടുതൽ എഫോർട്ട് എടുക്കുന്നത് റെവോട്രോൺ എഞ്ചിനാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും സിറ്റി ഡ്രൈവിംഗിൽ സഡൻ ടോർക്ക് കിട്ടാൻ പോണത് 1.2 റെവോട്രോൺ തന്നെയാണ്. സിറ്റി സ്പീഡ്സിൽ എപ്പോഴും നല്ലത് നമ്മുടെ ടാറ്റ പഞ്ചിന്റെ എഞ്ചിനാണ്. മിഡ് റേഞ്ച് സ്ട്രോങ് എപ്പോഴും നമ്മുടെ സ്വിഫ്റ്റിന്റെ എഞ്ചിൻ ആയിരിക്കുള്ളൂ. കാരണം ഈ ന്യൂട്ടൺ മീറ്റർ അതായത് ടോർക്ക് 4300 RPM വരെ റിവ്യൂ ചെയ്താൽ മാത്രമേ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ 3000 RPM എത്തുമ്പോൾ തന്നെ ഫുള്ളി ടോർക്ക് 115 എണ്ണ ടോർക്ക് തന്നെ റെവോട്രോൺ എഞ്ചിൻ തന്നെയാണ്. നിങ്ങൾക്ക് ഈസി ടു മെയിൻറ്റെയിൻ ആണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ് കുറച്ചും കൂടി നല്ലത്. അതായത് Z12 എഞ്ചിനാണ് നമുക്ക് ഈസി ടു മെയിൻറ്റെയിൻ ആണ്. നമുക്കൊരു ഫിൽറ്റർ അടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് അതിന്റെ സ്പെയർ പാർട്സ് റിമൂവ് ചെയ്താൽ സ്പാർക്കിളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്വിഫ്റ്റ് ആണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ടാറ്റയുടെ എഞ്ചിനിൽ നമുക്ക് നമ്മള് പേഴ്സണലി നമുക്ക് കയറി പണിയാൻ പറ്റില്ല. കാരണം സ്പെഷ്യൽ ടൂൾസും കാര്യങ്ങളും വേണം. എഞ്ചിൻ റൂം എഞ്ചിൻ ക്യാബിനൊക്കെ അഡ്ജസ്റ്റഡ് ആണ്. വൈബ്രേഷന്റെ കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ NVH കൂടുതൽ വൈബ്രേഷൻ നമുക്ക് കിട്ടാൻ പോണത് ടാറ്റ പഞ്ചിനായിരിക്കുള്ളൂ.
സ്വിഫ്റ്റിന് വൈബ്രേഷൻസ് വരുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ സ്പോർട്ടി നോട്ടാണ് നമുക്ക് കിട്ടാറ്. രണ്ട് എഞ്ചിനും ഐഡിയലി സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ. എഞ്ചിനൊന്ന് റെവ് ചെയ്ത് തുടങ്ങിയ വൈബ്രേഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് മൈലേജും കുറച്ച് റീസെയിൽ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിഫ്റ്റിന്റെ എഞ്ചിൻ സെലക്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ സേഫ്റ്റിയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടാറ്റയുടെ വണ്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് സേഫ്റ്റി ആണ് പ്ലസ് ഒരു നല്ലൊരു എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ പഞ്ചിലേക്ക് പോകാം. രണ്ട് റിലേബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. സ്വിഫ്റ്റിന്റെ എഞ്ചിൻ മാത്രമല്ല റിലേബിൾ, ടാറ്റയുടെ പഞ്ചിന്റെ എഞ്ചിനും റിലേബിൾ ആണ്. ടാറ്റയുടെ എഞ്ചിൻ 2014 ലോഞ്ച് ചെയ്താണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ മഹാരാഷ്ട്രയില് അഹമ്മദ് നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. DRDOന്റെ കീഴിൽ വന്ന ഒരു ട്രാക്കാണ്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിൽ വന്ന ഒരു PRDE ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഹൈ സ്പീഡ് ട്രാക്കാണ്. PRDE എന്ന് വെച്ചാൽ വെഹിക്കിൾ റിസർച്ച് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ഫെസിലിറ്റി ഉള്ള ഒരു ഹൈ സ്പീഡ് ട്രാക്ക് ഉണ്ട്. 2016 ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തി. ആ ചലഞ്ചിന്റെ പേര് ഇങ്ങനെയാണ്, ഗിയർഡ് ഫോർ ദി ഗ്രേറ്റ് ചലഞ്ചാണ്. അതിന്റെ ചലഞ്ച് ഇങ്ങനെയാണ്: 18 ദിവസം കൊണ്ട് 50,000 കിലോമീറ്റർ ഓടി തീർക്കണം എന്നുള്ളത്. അതിൽ പങ്കെടുത്ത കാറുകൾ ഇതൊക്കെയാണ്: സെസ്റ്റ്, ബോൾട്ട്, പിന്നെ ടാറ്റ ടിയാഗോ. ടാറ്റ ടിയാഗോന്റെ ഡീസൽ ഉണ്ടായിരുന്നു, പെട്രോൾ ഉണ്ടായിരുന്നു. സെസ്റ്റിന്റെ റോബോട്രോൺ എഞ്ചിൻ 4 സിലിണ്ടർ ആയിരുന്നു അന്ന് ഇറങ്ങുമ്പോൾ, അതും ഉണ്ടായിരുന്നു. ആ ടാറ്റ ടിയാഗോയിലുള്ള പെട്രോൾ എഞ്ചിനാണ് നമ്മൾ ഈ പറഞ്ഞ 1.2 ലിറ്റർ റോബോട്രോൺ എഞ്ചിൻ 3 സിലിണ്ടർ. 15 ദിവസം കൊണ്ട് 40,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത വണ്ടികളാണ് അതെല്ലാം, വിത്തൗട്ട് മേജർ ഇഷ്യൂസ്. അത് കൂടാണ്ട് തന്നെ നോൺ സ്റ്റോപ്പ് ആയിരുന്നു. 120 കിലോമീറ്റർ കണ്ടിന്യൂസ് സ്പീഡിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ. നാഷണൽ അവാർഡ്സ് കിട്ടിയ ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ആയിരുന്നു അത്. യൂട്യൂബിലുണ്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളും. ടാറ്റയുടെ എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അത്രയും റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. നമ്മുടെ ഈ Z12V സംബന്ധിച്ച് എൻഡ്യൂറൻസ് ടെസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല. 1 വർഷം ആയിട്ടുള്ളൂ. ഇതുവരെ 1 lakh കിലോമീറ്റർ ക്രോസ് ചെയ്തതായിട്ടും അതിനുള്ള സമയം ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ നിലവില് ഈ ടാക്സിക്കാര് ഈ സ്വിഫ്റ്റ് ഡിസയർ വാങ്ങിച്ചിട്ടുണ്ട്. അവർ 2 വർഷം കൊണ്ടൊക്കെ 1 ലക്ഷം കിലോമീറ്റർ ഓടിത്തിരിക്കാൻ നമുക്ക് അറിയാൻ പറ്റും എഞ്ചിന്റെ റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിന് മുന്നുള്ള K12 സീരീസ് ഒക്കെ എഞ്ചിൻ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ ആയിരുന്നു, സോളിഡ് ആയിട്ടുള്ള എഞ്ചിൻ ആയിരുന്നു. ഇതിന്റെ കാര്യം നമുക്ക് പോകെ നമുക്ക് അറിയാൻ പറ്റും. ടാറ്റയുടെ കേസ് ഓൾറെഡി 1 ലക്ഷം കിലോമീറ്റർ ക്രോസ് ചെയ്ത് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് റോബോട്രോൺ എഞ്ചിൻ വെച്ചിട്ട്. പണ്ട് ടാറ്റയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു, ടാറ്റക്ക് പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല, ഡീസൽ എഞ്ചിൻ മാത്രമേ ഉണ്ടാക്കാൻ അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റ ഇന്ത്യക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഡീസൽ എഞ്ചിനെ ചൂസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. ഓട്ടോ ഇല്ലെങ്കിൽ പോലും റോബോട്രോൺ ലോഞ്ച് ചെയ്ത സമയത്ത് എല്ലാവരും ഓടിച്ചിട്ട് മനസ്സിലായി ടാറ്റക്ക് പെട്രോൾ എഞ്ചിനും ഉണ്ടാക്കാൻ അറിയാം, ഡീസൽ എഞ്ചിനും ഉണ്ടാക്കാൻ അറിയാം. സസ്പെൻഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 മക്ഫേഴ്സൺ സ്ട്രട്ടും ടോർഷൻ ബീം മുന്നിലും പിന്നിലായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഈക്വലാണ്. പിന്നെ ഈ ബേസ് വേരിയന്റ് കൊടുക്കുന്നുണ്ടല്ലോ 656 15 ഇഞ്ച് വീലാണ് പഞ്ചിനിട്ട് കൊടുക്കണം. മറ്റേ സ്വിഫ്റ്റിനാണെന്നുണ്ടെങ്കിൽ LXA മോഡലിന് 14 ഇഞ്ച് വീലാണ്. അപ്പൊ വാല്യൂ ഫോർ മണി വേരിയന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തന്നെയാണ്. ആ ഒരു റുക്ക് ബോഡി നമുക്ക് ആ ഒരു 7 ലക്ഷത്തിന് താഴെ നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അത് ലാഭമായിട്ടുള്ള ഡീൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 5 നല്ലോണം സെയിൽ ആവണുണ്ട്. പിന്നെ സ്വിഫ്റ്റിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ സ്വിഫ്റ്റ് മാരുതി എന്ത് ലാഭിച്ചു എന്ന് വെച്ചാൽ, ഒരു സിലിണ്ടർ ഒഴിവാക്കിയിട്ട് എന്ത് ലാഭിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2024 സെപ്റ്റംബർ എടുത്ത് നോക്കിയാൽ ഈ 2025 സെപ്റ്റംബറും കൂടി കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4% ഇടിവാണ് സെയിലിന് സംഭവിച്ചിരിക്കണം മാരുതി സ്വിഫ്റ്റിന്. പിന്നെ സ്വിഫ്റ്റിന്റെ ഒരു ഡ്രൈവർ കാർ എന്നുള്ള ഒരു പേരും പോയി കിട്ടി ആ 3 സിലിണ്ടർ കണക്ട് ചെയ്തപ്പോൾ. ഇനി ആകെ ചെയ്യാനുള്ളത് മാരുതിക്ക് ഒന്നില്ലെങ്കിൽ ആ ഫ്രോൺസിലൊക്കെ ഇറങ്ങിയ 1 ലിറ്റർ ടർബോ ബൂസ്റ്ററിന്റെ എഞ്ചിൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വിഫ്റ്റിന്റെ പേരൊന്ന് നിലനിർത്താം. അല്ലെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് കൊണ്ടുവരണം. മൈൽഡ് ഹൈബ്രിഡ് കൊണ്ടുവന്നാൽ കുറച്ച് മൈലേജ് കൂടുന്നല്ലാണ്ട് വേറെ ഒന്നും ഗുണമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും സർവീസും മാരുതിയുടെ റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ മാരുതിയോടുള്ള വിശ്വാസം കൊണ്ട് ആൾക്കാർ സ്വിഫ്റ്റ് ഇപ്പോഴും മേടിക്കുന്നുണ്ട്. സ്വിഫ്റ്റ് നല്ലതാണ്, പഞ്ച് കൊള്ളൂല എന്നുള്ളതൊന്നുമല്ല. 2 വണ്ടിയും 2 വണ്ടിയുടെ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, പഞ്ചിനും സ്വിഫ്റ്റിനും. അപ്പോൾ നിങ്ങൾ 2 വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. നിങ്ങൾക്ക് കംഫോർട്ട് ഏതാണ് തോന്നുന്നത്, അല്ലെങ്കിൽ വൈബ്രേഷൻസ് ആയിട്ടില്ലെങ്കിൽ 2നും വൈബ്രേഷൻസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ ടാറ്റ പഞ്ചിനുണ്ടാവും. ഈ ഇഷ്യൂസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 2ഉം റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾ അതിന്റെ കംഫോർട്ട് നോക്കുക. ഫാമിലി ഇരുത്തിയത് തന്നെ ഓടിക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.